2023 ഏപ്രിൽ മാസം 5-ാം തീയതി രാത്രിയിലാണല്ലോ ഈ സംഭവം ഉണ്ടായത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ പറ്റുമോ? അതെ അതെ സംഭവിച്ചതെന്ന് വെച്ചാൽ നാട്ടിലൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 11 മണി 11:30 ശേഷമൊക്കെ ആയിട്ട്. അപ്പോൾ അതുവഴി പോലീസ് പോകുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം എന്ന് വെച്ചിട്ട് കുട്ടികളുടെ അടുത്ത് ഭീഷണി എന്താ പറയുക, തെറി അസഭ്യം പറഞ്ഞിട്ട് പോകാൻ പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവനായിട്ട് നല്ല രീതിയിൽ പ്രഷറായിരുന്നു. അപ്പോൾ കൂട്ടുകാരെന്നെ വിളിച്ച വഴിക്ക് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വീട്. ശബ്ദം കേട്ടിട്ട് ഞാനും പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ എസ് ഐ നുഹ്മാൻ സാറായിരുന്നു. ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ ഒരു ചെയ്തിട്ടുള്ളത്, എന്താ വെച്ചാൽ നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചു. ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റാണ്, കൂടാതെ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എൻ്റെ അധികാരമൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, നീ കൂടുതൽ രാഷ്ട്രീയം നിർക്കാക്കണ്ട, സ്റ്റേഷനിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചിട്ട് ജീപ്പിലേക്ക് കയറ്റാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വലുതാക്കാൻ അങ്ങനെ എത്ര പ്രശ്നമാകേണ്ട കാര്യമില്ല സാർ, ഇത് പറഞ്ഞു. പക്ഷേ നമ്മൾ പറയണതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഒരു ഭയങ്കര എതിർപ്പ് പോലെയായിരുന്നു നമുക്ക് തോന്നിയത്. അല്ല, ഈ പോലീസ് വന്ന സമയത്ത് സുജിത്ത് വീട്ടിലായിരുന്നു അല്ലേ? അവിടെ ഈ കുട്ടികളുമായി പോലീസ് വാക്കേറ്റം ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെ കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതെ 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 അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ വരുമ്പോൾ സുജിത്ത് അവിടേക്ക് വരുമ്പോൾ അപ്പോഴും ഈ യുവാക്കളെ പോലീസ് അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? അതെ 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 അതായിരുന്നു. രാത്രി എന്തിനാണ് അവിടെ നിന്നത് എന്നുള്ളതായിരുന്നോ പോലീസിന്റെ പ്രശ്നം? അതോ രാത്രി എന്താ അവിടെ ചുറ്റുപറ്റിയിരിക്കണോ? ഞങ്ങളുടെ ക്ലബ്ബാണ് തൊട്ട് അടുത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാറുണ്ട് സ്വാഭാവികമായിട്ട്. നമ്മുടെ നാട്ടിലല്ലാണ്ട് എവിടെ പോയിരിക്കുക, വേറെ എവിടെ പോയിരിക്കുക, നമ്മുടെ നാടാണ്, വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ നിന്നും എല്ലാ ആരെങ്കിലും വിളിച്ചിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് വിഷയമില്ലാത്തൊരു നാടാണ്, ആർക്കും അങ്ങനെ പരാതികളും ഇല്ല. അങ്ങനെയൊക്കെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വാഹനത്തിൽ വെച്ചിട്ട് മർദ്ദനം ഉണ്ടായിരുന്നോ? വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ കൈ രണ്ട് കൈ പിന്നിലേക്ക് വെച്ചിട്ട് അങ്ങനെ പ്രഷർ ചെയ്തിട്ടാണ് വണ്ടിയിലേക്ക് തള്ളി കയറ്റിയിട്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടും തൊട്ട് മുന്നേ ഈ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് വന്നിട്ട് ബാക്ക് ഡോർ തുറന്നിട്ട് എന്നെ അടിച്ചു. ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കായിരുന്നു. അപ്പോൾ ലെഫ്റ്റിലേക്കൊന്ന് അടിച്ചു, തലയ്ക്കൊന്ന് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നീ കയറ് എന്നിട്ട് ശരിയായി കയറേണ്ടത് കൊണ്ടാണ് മുമ്പ് എന്നെ പറഞ്ഞിട്ടാണ് ഞാനാണ് പിന്നെ സ്റ്റേഷനിലേക്ക് കയറുന്നത്. സ്റ്റേഷൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ പൊന്നീറോ ജംഗ്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ ഇതിൽ വണ്ടി നിർത്തി എന്നെ തലാൻ വേണ്ടിയിട്ട്. ആളാണ് ശരിക്കും ബുദ്ധിപൂർവ്വമായിട്ട് നീങ്ങുള്ളത്. കാരണം CCTVയിൽ ഉൾപ്പെടേണ്ടാന്ന് വെച്ചിട്ട് ആൾ പുറത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് CCTV ഉള്ള സ്ഥലങ്ങളിൽ മൂപ്പര് കൈകാര്യം ചെയ്തിട്ടില്ല. അതിനുശേഷം മേലേക്ക് കൊണ്ടുപോയിട്ട് തല്ലുമ്പോൾ ആള് ശശിധരൻ അന്നത്തെ GD ആളായിരുന്നു. CCTVയിൽ അദ്ദേഹം പെട്ടിട്ടില്ല. CCTVയിൽ പെട്ടിട്ടുണ്ട്. ആള് ജസ്റ്റ് തല്ലണത് പെട്ടിട്ടില്ല. ആള് വന്ന് നിൽക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മാല പിന്നെ കഴിച്ചെയ്യാൻ സാധനങ്ങളൊക്കെ അഴിച്ചു മേടിക്കുന്നു, മാറ്റുന്നു. അതുപോലെ എന്നെ കൊണ്ടുപോകുന്നതും ആൾ തന്നെയാണ്, മേലേക്ക് കൊണ്ടുപോകുന്നതും. പിന്നെ അവിടെ ആരും, ആ സ്റ്റേഷനിൽ ആരും ഈ മർദ്ദനം വേണ്ട എന്നോ ഒഴിവാക്കണമെന്നോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല 5 പേരും നല്ല ആക്റ്റീവായിരുന്നു, തല്ലാൻ വേണ്ടി നല്ല ഉത്സാഹമുള്ള ആൾക്കാരായിരുന്നു. നല്ല രീതിയിൽ തല്ലിനായിരുന്നു. ആകെ 5 പേരെ ഉണ്ടായിരുന്നു. ഉത്സാഹം കൂടുതൽ കണ്ടത് സ്റ്റേഷന്റെ മേലെ കൊണ്ടുപോയിട്ടാണെന്ന് മാത്രം. അതെ 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 എന്നെ സംഭവ സ്ഥലത്തേക്ക് ആദ്യം വന്നത് ഈ SI നുഹ്മാനും പിന്നെ ഡ്രൈവറായിരുന്ന ഷുഹൈറും. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവർ 3 പേര് അവിടെ ഉണ്ട്, സന്ദീപ്, ശശിധരൻ, സജീവൻ. ഈ ആ ദൃശ്യങ്ങളിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് നീ ആരാടാ എന്ന് ചോദിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നീ ആരാടാ എന്ന് ചോദിച്ചാണോ പോലീസ് അടിച്ചത്?
അതായത് ആരുടെ ചോദിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്നും ഞങ്ങളുടെ കുന്നംകുളത്തെ ഒരു പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതും പാർട്ടിപരമായിട്ടുള്ള എല്ലാം അറിയണ ഒരാളാണ് ഈ സന്ദീപ് എന്നുള്ള സാറാണ് എന്നോട് തുടർച്ചയായിട്ട് ചോദിക്കുന്നത്. അപ്പൊ സന്ദീപിന് അറിയാമായിരുന്നു താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണ്. സന്ദീപിന് തീർച്ചയായിട്ടും അതെ 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 അവനും സന്ദീപിനും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഒരാളാണ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അപ്പോൾ ബാക്കി ആ CCTV ദൃശ്യങ്ങളിൽ കാണാം ഇടയ്ക്ക് ഈ ആഭരണങ്ങളൊക്കെ ഊരി വാങ്ങിക്കുന്നുണ്ട്, അതിനുശേഷം പിന്നെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? മേലേക്ക് കൊണ്ടുപോകും. അതെ 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 അതെ. ഈ മർദ്ദനമൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് പോലീസുകാരെന്തെങ്കിലും പറഞ്ഞോ? മർദ്ദനം കഴിഞ്ഞിട്ട് നേരെ സെല്ലിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഇവര് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഓരോരുത്തരും വന്നിട്ട് അങ്ങനെ ചോദ്യം ചെയ്യും, ഹരാസ് ചെയ്യും. അങ്ങനെ പിറ്റേന്ന്, അതായത് ഈ രാത്രി പുലർന്ന് പിറ്റേന്ന് വീണ്ടും പോലീസിന്റെ ഭാഗത്ത് ഹരാസ്മെന്റ് ഉണ്ടായി സ്റ്റേഷനകത്ത്? ഇല്ല ഇല്ല. അത് വെറുതെ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ വെറുതെ ഇങ്ങനെ ചോദിക്കുമല്ലോ, ഈ ആരെ പോലീസിനായിട്ട് തട്ടിക്കയറാൻ അങ്ങനെയാണ് അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഹരാസ് ചെയ്യും, അത്രയും മാത്രം. അല്ലാണ്ട് ദേഹദ്രവ്യം പിന്നെ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് സ്റ്റേറ്റിന് മുന്നിലേക്ക് നമ്മൾ അന്ന് 6-ാം തീയതി വൈകിട്ട് 5 മണിയോട് കൂടിയിട്ടൊക്കെ ആയിട്ടാണ് സ്റ്റേഷനിൽ പോണത്. മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകണു. മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വൈകുന്നേരത്തോടെയാണ് അല്ലേ? വൈദ്യുതി പരിശോധന അന്ന് 6-ാം തീയതി വൈകിട്ട്. അപ്പോൾ ഈ 5-ാം തീയതി രാത്രി പുലർന്നു, പിറ്റേന്നായി 6-ാം തീയതി സ്റ്റേഷനകത്ത് വെച്ച് മറ്റ് കയ്യേറ്റങ്ങളും മർദ്ദനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല 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 ഇല്ല. സെല്ലിൽ കയറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നീട് കൊണ്ടുപോകണുണ്ട്, റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനുണ്ടായത്. അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണുന്നത് നോക്കിയാൽ അതിൽ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോൾ അതിൽ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ആളുകളടുത്ത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. എന്താ പറയുക, ഞാനൊരു ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്, ശാന്തിയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആയിട്ടുള്ളൊരു ഉത്തരവാദിത്തമുള്ള കാരണം ഞാനങ്ങനെ ചോദ്യം ചെയ്യാനൊരു കാരണം ഇടയായതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ചെവി ശരിക്കും നല്ല പെയിൻ ആയിരുന്നു, തല മൊത്തം നല്ല പെയിൻ, അതുപോലെ ദേഹം ശരീരം മൊത്തം നല്ല പെയിൻ ആയിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആള് എന്നെ ഇരുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒപ്പം എൻ്റെ വക്കീലുണ്ടായിരുന്നു. ഇല്ല 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 ഇല്ല. എന്നിട്ട് അപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് കാര്യം മനസ്സിലാക്കി മോചിപ്പിച്ചോ? അന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞത് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യാണ് ഉണ്ടായത്. അപ്പോഴൊക്കെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഈ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ചികിത്സയ്ക്കൊക്കെ ഞാൻ വിധേയനായിട്ടുള്ളത്. ആ സമയത്ത് പിന്നെ 7-ാം തീയതി രാവിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞു ചെവിക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് എല്ലാം ഉള്ളത് പോലീസിൻ്റെ കയ്യിലാണ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചെവി നല്ല പെയ്യുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അന്ന് കുന്നോളം മലങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസമാണ് ഒരു ദുഃഖവെള്ളിയായിരുന്നു തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. ഡോക്ടർ ഉണ്ടായിരുന്നില്ല 7-ാം തീയതി. പിന്നെ പിറ്റേ ദിവസം 8-ാം തീയതിയാണ് ENT ഡോക്ടറിനെ കണ്ടിട്ട് കാണിച്ചത്. അന്നാണ് ചെവിയുടെ ട്രെമ്മ് കൂട്ടിയിട്ടുണ്ട്, 4 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞു. പിന്നെ 20 ദിവസത്തെ മരുന്ന്, പിന്നെ 2 മാസം കറക്റ്റായിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോഴും ചെറിയൊരു വ്യക്തത കുറവുണ്ട് എന്ന് പറയാം. ഓക്കെ. കേൾവിയുടെ പ്രശ്നം. എത്ര ദിവസം മൊത്തം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്ര ദിവസം വേണ്ടി വന്നു? 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ഒരു 2 മാസത്തോളം മരുന്ന് കണ്ടിന്യൂ ചെയ്തു. അത് 1.5% ചെവിക്ക് കേൾവി ശക്തി കുറവുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മെച്ചപ്പെട്ട് വരുന്നുണ്ടോ? ഈ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? മെച്ചപ്പെട്ട് വരുന്നു, മാറ്റമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങനെ അല്ലാന്ന് പറയാം. ഇപ്പൊ എന്തായാലും 2 വർഷം കഴിഞ്ഞല്ലോ, വേഗം പൂർണ്ണമായും ആരോഗ്യനില വീണ്ടെടുക്കട്ടെ എന്ന് വിചാരിക്കാം.